മനഃപൂർവ്വമായി പോലീസ് ക്രൂരമായിട്ടുള്ള മർദ്ദനമുറയാണ് അയച്ചുവിട്ടത്. കേരളം ഞെട്ടിക്കുന്ന ഒരു കസ്റ്റഡിയിൽ നടക്കുന്ന ഒരു പീഡനമാണ് നടന്നിരിക്കുന്നത്. അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അടിയന്തരമായി ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. സർവീസിൽ നിന്ന് പുറത്താക്കണം. ഇത്തരക്കാരെ സർവീസിൽ വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല എന്നാണ് നിലപാട്. ഇതൊരു പുതിയ കാലത്താണ് ഒരു ചെറുപ്പക്കാരോട് ഇത്രമാത്രം ക്രൂരമായിട്ട് പെരുമാറിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോലും അവർക്ക് അറിയില്ല. നിസ്സാരമായ ഒരു കാരണത്തിൻ്റെ പുറത്താണ്. അത് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ അത് വളരെ ഗൗരവത്തോടു ഞാൻ പറയുന്നില്ല ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത്, ഏത് എക്സ്ട്രീമിലേക്കും പോകും. കോൺഗ്രസ് എന്നുള്ള നിലയിൽ സാധാരണ ചെയ്യാത്ത എക്സ്ട്രീമിലേക്ക് ഞങ്ങൾ പോകും. ഞാനിപ്പോൾ അത് മാത്രമേ പറയുന്നുള്ളൂ. എന്ത് ചെയ്യുന്നില്ല, നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഏത് അറ്റത്തേക്കും ഇക്കാര്യത്തിൽ പോകും. ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല. ഒരു തരത്തിലുള്ള ഇതുണ്ടാവില്ല. അടിയന്തരമായി സ്വീകരിക്കണം. ഇന്നലെ അവിടുത്തെ DIG ഈ സംഭവം വന്നതിന് ശേഷം പുറത്തു പറഞ്ഞത് അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അതൊക്കെ വീണ്ടും ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് പോലീസിനെ ഭരിക്കുന്നത്. ആ ഉപജാപക സംഘത്തിൻ്റെ വക്താവായി DIG മാറരുത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവരെല്ലാം നോക്കിയിരുന്നോളാം. ഇത് ഒരു കാരണവശാലും ഇതിൻ്റെ അകത്ത് ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ, അവരെ സർവീസിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ എല്ലാ അറ്റം വരെയും കോൺഗ്രസ് പോകും എന്ന കാര്യത്തിൽ അത് സംശയമില്ല. UDF ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടാണ്. അതെ, പ്രതിപട്ടികയിൽ പോലും ഇല്ലാതെ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി മോളിൽ നിന്ന് നടത്തിയ ശ്രമങ്ങളാണ്. CPM ജില്ലാ കമ്മിറ്റി അതിൻ്റെ അകത്തുണ്ട്, പല മുതിർന്ന ആളുകളുണ്ട്, മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട്. ക്രൈം ഡിറ്റാച്ച്മെൻറ്റ് ACP റിപ്പോർട്ട് കൊടുത്തിട്ട് ആ റിപ്പോർട്ട് പുഴുത്തിട്ടാണ് ഇത് ചെയ്തത്. അതേ ഈ വീഡിയോ കണ്ടതാണ്. ഇത് ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചിട്ട് അതിൻ്റെ പുറകെ നടന്ന് ആണ് ഇത് കിട്ടിയത്. ഇതിൽ കിട്ടിയില്ലെങ്കിൽ ഇത് ലോകം അറിയോ, നമ്മളാരെങ്കിലും അറിയോ, നമുക്ക് മനസ്സിലാവോ? ഒരാളെ സ്റ്റേഷനിൽ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാവിറ്റി ഇത്രയും ഉണ്ടെന്ന് ആരെങ്കിലും മനസ്സിലാക്കുമോ? ഈ വിഷ്വൽ കണ്ടില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതേപോലത്തെ മർദ്ദനമല്ലേ, ക്രൂരമായ മർദ്ദനമാണ്. മുഴുവൻ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കാണാത്ത സ്ഥലത്ത് വെച്ച്, ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചും അതിനേക്കാൾ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. കണ്ട സ്ഥലം മതിയല്ലോ, നമ്മൾ കാണാത്ത സ്ഥലത്തും ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ചയില്ല ഇക്കാര്യത്തിൽ. ഇതാണ് കേരളത്തിലെ പോലീസ്. ഞങ്ങൾ ആദ്യം മുതൽ തന്നെ ആരോപണം ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ്, മുഖ്യമന്ത്രിക്ക് ഒരു നിയന്ത്രണവും ഇല്ല. അവരാണ് തോന്നിയതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വയ്ക്കുന്നതും അവരെ കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിലെ പോലീസ് ഇത്രമാത്രം വഷളായ ഒരു കാലഘട്ടം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നാണം കെട്ട് നിൽക്കുകയാണ് പോലീസ്. എത്രയോ നല്ല ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു സേനയാണ് പോലീസ്. സേനയ്ക്ക് മുഴുവൻ അപമാനകരമായ കാര്യമാണ്. എന്തൊരു ക്രൂരതയാണ് ചെയ്യുന്നത്. ഇത് ഈ വലിയ തീവ്രവാദികൾ പോലും ചെയ്യാത്ത ക്രൂരതയാണ്. തീവ്രവാദി ക്യാമ്പുകളിൽ അകപ്പെടുന്നവരുടെ കണ്ണ് ചൂഴ്ന്നെടുക്കുന്നതെന്നൊക്കെ ഉണ്ട്. അതിനേക്കാൾ വലിയ ക്രൂരതയാണ് ഒരു ചെറുപ്പക്കാരനോട് കാണിച്ചിട്ടുള്ളത്. ഒരു വിട്ടുവീഴ്ച കാര്യത്തിലേക്ക്. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോടതിയുടെ ഭാഗത്ത് വലിയ വിമർശനം ഉണ്ടായിരുന്നു. സുതാര്യതയില്ല എന്നാണ് ഇത്. എല്ലാവരും അത്ഭുതപ്പെടുകയല്ലേ. കാരണം 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു അയ്യപ്പ ഭക്തി. ഇവരുടെ പശ്ചാത്തലം എന്താണ്? അയ്യപ്പ ഭക്തിയുടെ ഇവരുടെ പശ്ചാത്തലം ആചാര ലംഘനം നടത്തുന്നതിന് വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് ക്രൂരമായി പെരുമാറി. അവിടെ നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ സമാധാനപരമായി നടത്തിയ ആളുകൾക്കെതിരായി കേസെടുത്തു. ശബരിമലയിലേക്ക് കഴിഞ്ഞ 10 വർഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. വികസനം ഞാൻ പറഞ്ഞല്ലോ, UDF ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് 112 ഏക്കർ വനഭൂമി വാങ്ങിച്ച് അതിന് പകരം വനവകുപ്പിന് അക്വയർ ചെയ്ത് ഇടുക്കി ജില്ലയിൽ കൊടുത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി. ഇപ്പം 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പായപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിലാണ് ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ. എങ്ങനെയുണ്ട് ശബരിമലയിലെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് ആലോചിക്കുന്നത്? തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ഈ അയ്യപ്പ ഭക്തി എന്താണെന്ന് കേരളത്തിലെ സാമാന്യ യുക്തിയുള്ള അയ്യപ്പ ഭക്തർക്ക് അത് തിരിച്ചറിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങളുണ്ട്. സുപ്രീം കോടതിയിലെ അഫിഡവിറ്റ്, സത്യവാങ്മൂലം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? 1. എടുത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറുണ്ടോ? 2. ശബരിമലയിലെ ഇത്രയും നാൾ വികസന പ്രവർത്തനം എന്തുകൊണ്ട് നടത്തിയില്ല? 82 ലക്ഷമാണ് കവനൻ്റ് പ്രകാരം കൊടുക്കേണ്ടത്. അത് ആന്റണി സർക്കാർ ഉയർത്തിയ തുകയാണ്. 10 കോടി കൊടുക്കുമെന്നാണ് പറയുന്നത് ബഡ്ജറ്റിൽ. അവസാനം 82 ലക്ഷം പോലും കൊടുത്തിട്ട് 3 വർഷമായി കൊടുത്തിട്ടില്ല പൈസ. അവിടെ വലിയ പ്രതിസന്ധിയിലാണ് ബോർഡ് പോകുന്നത്. അപ്പോൾ ബോർഡിലെ ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് കാണിക്ക പൊട്ടിച്ചുകൊണ്ടിരിക്കുക എല്ലാ അമ്പലത്തിലെ.
ഈ സ്ഥിതിയിൽ നിൽക്കുക. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള ഈ അയ്യപ്പ സ്നേഹം, ഈ കാപഢ്യം, ഈ രാഷ്ട്രീയ മുതലെടുപ്പ് കേരളത്തിലെ ജനങ്ങൾ, അയ്യപ്പ ഭക്തർ, വിശ്വാസികൾ തിരിച്ചറിയും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. പൂർണ്ണമായും വിട്ടു നിൽക്കാൻ എന്നാണ്. അല്ല, ഞങ്ങൾ ഉയർത്തിയ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ. നമ്മളവിടെ പോകുന്നോ ഇല്ലേ എന്നുള്ളതൊക്കെ ഇറലവൻ്റ് ആണ്. രാഷ്ട്രീയ സമ്മേളനമല്ലല്ലോ അവിടെ നടക്കുന്നത്. രാഷ്ട്രീയ സമ്മേളനമൊന്നുമല്ലല്ലോ അവിടെ നടക്കുന്നത്. ഞങ്ങൾ പോകുന്നോ ഇല്ല മർദ്ദനത്തിൽ കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കും, ഏതറ്റം വരെയും പോകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്.